പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധമേറിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ സന്ധ്യാസമയത്ത് നമുക്കൊരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കാൻ സർവശക്തനായിരിക്കുന്ന കർത്താവ് ഒരുക്കുന്ന പ്രത്യാശയോർത്ത് നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. തുടർന്ന് ഈ ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഇതൊരു ആത്മീയ ശുശ്രൂഷയായിരിക്കാൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കളും വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇവരെയും സഹായിക്കട്ടെ. പ്രാർത്ഥിച്ച് ഇന്ന് ഈ ശുശ്രൂഷ ഇവിടെ ആരംഭിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ പാസ്റ്റർ സോമുകുട്ടി പാസ്റ്റർ മുൻപോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് ഈ ശുശ്രൂഷ ഇവിടെ ആരംഭിക്കുന്നതായിരിക്കും. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹദയാലുവായ ദൈവമേ, പരിശുദ്ധനായ പിതാവേ, ഈ സന്ധ്യയുടെ യാമത്തിനായി ഞങ്ങളങ്ങ് വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. വിവിധാഭാഗങ്ങളിൽ നിന്ന് തൻ്റെ മക്കളായിരിക്കുന്ന ദൈവകുഞ്ഞുങ്ങൾ ഒരുമിച്ച് ഈ ആലയത്തിൽ കൂടുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചതിനാൽ ഞങ്ങളങ്ങ് വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിവാഹ നിശ്ചയത്തോടുള്ള ബന്ധത്തിൽ ഇന്നേ പകൽക്കാല സന്ധ്യയിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടിയിരിക്കിയാൽ പ്രത്യേകമാകുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിയോജനവും പരിശുദ്ധാത്മാവിൻ്റെ നിറവും കർത്താവെ ആലയത്തിൽ വെളിപ്പെടുവാൻ ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതേ കർത്താവെ, ക്ഷണിക്കപ്പെട്ടവരെല്ലാവരും കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവത്വത്തോളം സഹായിച്ചല്ലോ, യാത്രയിൽ പരിപാലിച്ചല്ലോ, ദൂതന്മാരാൽ കാവൽ ചെയ്തല്ലോ. ഈ ശുശ്രൂഷയുടെ ആരംഭം മുതൽ അവസാനം വരെയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിയോജനത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കൃപയും മഹത്വം അങ്ങേക്ക് തന്നെ യേശു ക്രിസ്തുവിന്റെ തുല്യമായ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരമരുളുമാറാകണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് ഈ വൈകിയ വേളയിൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത സാന്നിധ്യം നമ്മുടെ മധ്യയുണ്ട്. ദൈവജനം ഒരുമിച്ച് കൂടി വരുമ്പോൾ വീണ്ടെടുപ്പുകാരനായ സർവശക്തനായ ദൈവത്തെ നാം ഒരുമിച്ച് ആരാധിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. തുടർന്ന് കൊയർ ടീമിനെ അതിനുവേണ്ടി ക്ഷണിക്കുകയാണ്. നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു, ഓ എത്രയോ മധുരം, തേനിനേക്കാളും തേൻകട്ടയേക്കാളും എന്നാവിൽ എത്ര മധുരം. സ്നേഹം ഞാൻ രുചിച്ചു, ഓ എത്രയോ മധുരം. നിൻ സ്നേഹം ഞാൻ രുചിച്ചു, ഓ എത്രയോ മധുരം. തേനിനേക്കാളും തേൻകട്ടയേക്കാളും എന്നാവിലെത്ര മധുരം. തേനിനേക്കാളും തേൻകട്ടയേക്കാളും എന്നാവിലെത്ര മധുരം. ചേർന്ന് പാടിക്കാട്ടെ. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ.
നിനച്ചതിലും മേൽത്തരമാ ഊഴിയിൽ നിർത്തിയല്ലോ. ശ്രേഷ്ഠതയാർന്ന പദവികളും മാന്യതയും തന്നു നീ. നിനച്ചതിലും മേൽത്തരമാ ഊഴിയിൽ നിർത്തിയല്ലോ. ചേർന്ന് പാടിക്കാട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഞാൻ ഓർത്തിടുമ്പോൾ ഇതിനന്നു യോഗനല്ലോ. ബലഹീനനായ എന്നെ ബലത്തോടെ നിർത്തിയല്ലോ. കഴിഞ്ഞ കാലം ഞാൻ ഓർത്തിടുമ്പോൾ ഇതിനെന്നും യോഗനല്ലേ. ബലഹീനനാമേഴയനെ ബലത്തോടെ നിർത്തിയല്ലോ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നിൻ സ്നേഹം ഞാൻ രുചിച്ചു, ഓ എത്രയോ മധുരം. നിൻ സ്നേഹം ഞാൻ രുചിച്ചു, ഓ എത്രയോ മധുരം. തേനിനേക്കാളും തേൻ കട്ടയേക്കാളും എന്നാവിലെത്ര മധുരം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അന്ന് വഴികളൊന്നും ഓർത്ത് നോക്കി ഇന്നയോളം നടത്തിയ നാഥ നന്ദിയല്ലാതെ ഒന്നുമില്ല. എന്നും കരങ്ങളിൽ വഹിച്ചവനെ. ഒന്നോർത്തിടുമ്പോൾ
ഇന്നയോളം നടത്തിയ നാഥ, വന്ന വഴികൾ ഒന്നോർത്തിടുമ്പോൾ ഇന്നയോളം നടത്തിയ നാഥ, നന്ദിയല്ലാതില്ലൊന്നുമില്ല എന്നും കരങ്ങളിൽ വഹിച്ചവനേ. നന്ദിയല്ലാതില്ലൊന്നുമില്ല എന്നും കരങ്ങളിൽ വഹിച്ചവനേ. വന്ന വഴികൾ ഒന്നോർത്തിടുമ്പോൾ ഇന്നയോളം നടത്തിയ നാഥ, നന്ദിയല്ലാതില്ലൊന്നുമില്ല എന്നും കരങ്ങളിൽ വഹിച്ചവനേ. നന്ദിയല്ലാതില്ലൊന്നുമില്ല എന്നും കരങ്ങളിൽ വഹിച്ചവനേ. ബഹുദൂരം മുന്നോട്ടു പോകാൻ ബലം നൽകി നീ നടത്തി. ബഹുദൂരം മുന്നോട്ടു പോകാൻ ബലം നൽകി നീ നടത്തി. തളർന്നോരോ നേരത്തിലെല്ലാം തവ കരങ്ങൾ ആശ്വാസമാ. തളർന്നോരോ നേരത്തിലെല്ലാം തവ കരങ്ങൾ ആശ്വാസമാ. വന്ന വഴികൾ ഒന്നോർത്തിടുമ്പോൾ ഇന്നയോളം നടത്തിയ നാഥ, നന്ദിയല്ലാതില്ലൊന്നുമില്ല എന്നും കരങ്ങളിൽ വഹിച്ചവനേ. നന്ദിയല്ലാതില്ലൊന്നുമില്ല എന്നും കരങ്ങളിൽ വഹിച്ചവനേ. നന്മ മാത്രം ഞങ്ങൾക്കായി തന്നു നവ്യമാക്കും ഈ ജീവിതം. നന്മ മാത്രം ഞങ്ങൾക്കായി തന്നു നവ്യമാക്കി ഈ ജീവിതം. നാവിനാലെ കീർത്തിച്ചിടുവാൻ നാളുകൾ മുഴുവൻ കൃപ കാട്ടി നീ. നാവിനാലെ കീർത്തിച്ചിടുവാൻ നാളുകൾ മുഴുവൻ കൃപ കാട്ടി നീ. വന്ന വഴികൾ ഒന്നോർത്തിടുമ്പോൾ ഇന്നയോളം നടത്തിയ നാഥ, നന്ദിയല്ലാതില്ലൊന്നുമില്ല എന്നും കരങ്ങളിൽ വഹിച്ചവനേ. നന്ദിയല്ലാതില്ലൊന്നുമില്ല എന്നും കരങ്ങളിൽ വഹിച്ചവനേ. ഓടി മറയും നാടു
ഓടി മറയും നാളുകളെല്ലാം ഓർപ്പിക്കുന്നു നിൻ കാരുണ്യം. ഓരോ ജീവിത നിമിഷങ്ങൾ പോലും ഓടിടുന്നു തവ സാന്നിധ്യം. ഓരോ ജീവിത നിമിഷങ്ങൾ പോലും ഓടിടുന്നു തവ സാന്നിധ്യം. വന്ന വഴികൾ ഒന്നോർത്തിടുമ്പോൾ ഇന്നയോളം നടത്തിയ നാഥ. വന്ന വഴികൾ ഒന്നോർത്തിടുമ്പോൾ ഇന്നയോളം നടത്തിയ നാഥ. നന്ദി അല്ലാതില്ലൊന്നുമില്ല എന്നും കരങ്ങളിൽ വഹിച്ചവനേ. നന്ദി അല്ലാതില്ലൊന്നുമില്ല എന്നും കരങ്ങളിൽ വഹിച്ചവനേ. എന്നും കരങ്ങളിൽ വഹിച്ചവനേ. सबसे भला सबसे मीठा यीशु मसीह तेरा नाम. सबसे भला तेरा नाम. सबसे भला सबसे मीठा यीशु मसीह तेरा नाम. सबसे भला तेरा नाम. माग मसीह कहलाता आ, 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 जो ये माग मसीह कहलाता पापों के हर पहल धुल जाते. जो ये माग मसीह कहलाता पापों के हर पल धुल जाते. पाक नया जीवन मसीह में पाक है सुना. सबसे भला तेरा नाम. सबसे भला तेरा नाम. सबसे भला सबसे मीठा यीशु मसीह तेरा नाम. यीशु मसीह तेरा नाम. सबसे भला तेरा नाम.
कहा दुनिया में ऐसा दोस्त कहा दुनिया में ऐसा प्यार करे सब जैसो ऐसा। दोस्त कहा दुनिया में ऐसा प्यार करे सबसे जो ऐसा। सबके गुनाहों माफ कराने हो गया ओ कुर्बान। सबसे भला तेरा नाम, सबसे भला तेरा नाम। सबसे भला सबसे है मीठा यीशु मसीह तेरा नाम। यीशु मसीह तेरा नाम। सबसे भला सबसे है मीठा यीशु मसीह तेरा नाम। सबसे भला तेरा नाम। നമുക്കെല്ലാവർക്കും ചേർന്ന് हम सब मिलकर गीत गाएंगे। तुम सा कोई नहीं, तुम सा कहीं नहीं, अब है पूरा यकीन। तुम सा कोई नहीं, तुम सा कोई नहीं, तुम सा कहीं नहीं, अब है पूरा यकीन। तुम सा कोई नहीं, तुम सा कोई नहीं, तुम सा कहीं नहीं, अब है पूरा यकीन। तुम सा कोई नहीं। कोई नहीं, तुम सा कहीं नहीं, अब है पूरा यकीन। तुम सा कोई नहीं। പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. തുടർന്ന് TPM സഭയെ പ്രതിനിധിച്ചു വന്നിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ CM ഷൗമേൽ മുൻപോട്ട് കടന്നു വന്ന് 20-ാം സങ്കീർത്തനം വായിക്കുന്നതായിരിക്കും. 20-ാം സങ്കീർത്തനം. യഹോവ കഷ്ടകാലത്ത് നിനക്ക് ഉത്തരം അരുളുമാറാകട്ടെ. യാക്കോബിൻ്റെ ദൈവത്തിൻ്റെ നാമം നിന്നെ ഉയർത്തുമാറാകട്ടെ. അവൻ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് നിനക്ക് സഹായം അയക്കുമാറാകട്ടെ. സിയോനിൽ നിന്ന് നിന്നെ താങ്ങുമാറാകട്ടെ. നിൻ്റെ വഴിപാടുകളൊക്കെയും അവൻ ഓർക്കട്ടെ. നിൻ്റെ ഹോമയാഗം കൈക്കൊള്ളുമാറാകട്ടെ. നിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് നൽകട്ടെ. നിൻ്റെ താല്പര്യമൊക്കെയും നിവർത്തിക്കട്ടെ. ഞങ്ങൾ നിൻ്റെ ജയത്തിൽ ഘോഷിച്ചുല്ലസിക്കും.
ഞങ്ങളുടെ ദൈവത്തിൻ്റെ നാമത്തിൽ കൊടി ഉയർത്തും. യഹോവ നിൻ്റെ അപേക്ഷകളൊക്കെ എന്ന് നിവർത്തിക്കുമാറാകട്ടെ. യഹോവ തൻ്റെ അഭിഷിക്തനെ രക്ഷിക്കുന്നു എന്ന് ഞാനിപ്പോൾ അറിയുന്നു. അവൻ തൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് നിൻ്റെ വലങ്കൈയുടെ രക്ഷാകരമായ വീര്യപ്രവൃത്തികളാൽ അവന് ഉത്തരമരുളും. ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു. ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ കീർത്തിക്കും. അവൻ കുനിഞ്ഞ് വീണുപോയി, എന്നാൽ ഞങ്ങൾ എഴുന്നേറ്റ് നിവർന്നു നിൽക്കുന്നു. യഹോവേ, രാജാവിനെ രക്ഷിക്കണമേ. ഞങ്ങൾ അപേക്ഷിക്കുമ്പോൾ ഉത്തരമരുളണമേ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. തുടർന്ന് നമ്മുടെ കണ്ണുകൾ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ സർവശക്തനായ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നിയോഗപ്രകാരം തുടർന്ന് മുൻപോട്ട് എല്ലാ കാര്യങ്ങളും പരിശുദ്ധാത്മാവിൻ്റെ ഹിതപ്രകാരം മുൻപോട്ട് നയിപ്പാൻ നമ്മുടെ കണ്ണുകൾ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പോൾ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ രാധാകൃഷ്ണൻ മുൻപോട്ട് കടന്നു വന്ന് പ്രാർത്ഥിക്കുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, നല്ല സമയത്തിനായി ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു കർത്താവേ. ഈ വൈകിയ വിളക്ക് ഞങ്ങളങ്ങ് വാഴ്ത്തുന്നു പിതാവേ. പ്രത്യേകിച്ച് കർത്താവേ, ജോമോൻ്റെയും ജിജിയുടെയും കർത്താവേ എൻഗേജ്മെൻറ്റ് ഫംഗ്ഷനിലെ ഞങ്ങൾ ഒരുമിച്ച് കൂട്ടിവരുത്തിയ ദൈവത്തിൻ്റെ വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു പിതാവേ. ഇന്ന് ഹാളിയ വൈകിയുള്ള കടന്നു എല്ലാവർക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവേ. നാട്ടിൽ പ്രദേശത്തുനിന്ന് കർത്താവേ, ഇവിടുന്ന് കടന്നു എല്ലാ മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. വലുതും ചെറുതുമായി എല്ലാവരെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പിതാവേ. തുടങ്ങിയ സമയം വരെ ഇതുവരെയും ദൈവത്തെ സാന്നിധ്യം ഞങ്ങളുടെ നടുവിലൂടെ ഞങ്ങളങ്ങ് വാഴ്ത്തുന്നു പിതാവേ. ഹാളലുയ പിതാവേ, ഹാളലുയ. പ്രത്യേകിച്ച് കർത്താവേ, ഇന്നത്തെ ഈ പ്രോഗ്രാം ഞങ്ങൾ സമർപ്പിക്കുന്നു. ആദ്യോടൊപ്പം പരിശുദ്ധാത്മാവിനെ ധരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു പറ്റാം. ഇന്നത്തെ ശുശ്രൂഷയെ നല്ല ദൈവദാസന്മാരെ ഞങ്ങൾ സമർപ്പിക്കുന്നു പിതാവേ. പരിശുദ്ധാത്മാവിൽ തന്നെ കർത്താവ് നിറഞ്ഞ് ആമേ ശുശ്രൂഷ വിളിക്കാൻ സഹായിക്കണം പ്രാർത്ഥിക്കണം. അത്ഭുതം പ്രവർത്തിക്കണം. ഈ പരിശുദ്ധ പ്രാർത്ഥിക്കുന്ന നല്ല തടസ്സരിച്ചു മാറ്റി പരിശുദ്ധാത്മാവിൻ്റെ വലിയ സാന്നിധ്യം ഇന്ന് ഹാളിയ വൈകിയുള്ള അനുഭവിച്ചവരെ സഹായിക്കുന്ന പ്രാർത്ഥിക്കുന്ന പറ്റാം. ദൈവത്തിൻ്റെ പ്രവൃത്തി അവിടെ നയിച്ചിരിക്കാൻ സ്തോത്രം. തടസ്സങ്ങളെ മാറ്റിയിരിക്കാൻ സ്തോത്രം. തുടർന്ന് എല്ലാ പ്രോഗ്രാമിലും വലിയ സാന്നിധ്യം കൊണ്ടിരിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു. മാനമൊത്തം പങ്കെടുക്കും. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൻ്റെ പിതാവേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷങ്ങൾക്കായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. സർവശക്തനായ ദൈവം ഒരുമിച്ച് നമ്മെ കൂട്ടിവരുത്തിയതോർത്ത് നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വളരെ നാളുകളുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ഞാൻ വിചാരിക്കുന്ന ഇരു കുടുംബങ്ങളുടെയും മാതാപിതാക്കളുടെയും സഭയുടെയും പ്രാർത്ഥനയുടെ ഫലമായിട്ട് പ്രിയ കുഞ്ഞുങ്ങളുടെ വിവാഹ നിശ്ചയം ഇന്ന് ഈ സന്ധ്യാസമയത്ത് ഈ ഹാളിൽ വച്ച് ക്രമീകരിക്കുവാൻ സർവശക്തനായ ദൈവം അവിടുന്ന് ഒരുക്കിയ കൃപയോർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. അനേക മാതാപിതാക്കൾ തങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിവാഹ നിശ്ചയം ഉറപ്പിക്കുവാൻ കഴിയാതെ സാമ്പത്തികമായ ഭദ്രത ഉണ്ടായിട്ടും സൗന്ദര്യമൊക്കെ ഉണ്ടായിട്ടും അനേക കുഞ്ഞുങ്ങളുടെ വിവാഹ നിശ്ചയം നടക്കാതെ ദുഃഖിതരും നിരാശരുമായി ഭവനത്തിൽ കഴിയുന്ന അനേകരുണ്ട്. എന്നാൽ ഇരു കുടുംബങ്ങളുടെയും മാതാപിതാക്കൾക്ക് തങ്ങളുടെ കുഞ്ഞുങ്ങളെ ഈ വിവാഹ നിശ്ചയ ശുശ്രൂഷയിലേക്ക് വരെ എത്തിക്കുവാൻ ഇടയായി തീർന്നതോർത്ത് നന്ദിയോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്ന് ഈ വൈകിയ വേളയിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവജനത്തെയും സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. കർത്താവിൻ്റെ മഹത്വമുള്ള ശുശ്രൂഷയിലായിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ബഥേൽ ഗോസ്പൽ ഫെലോഷിപ്പ് ചർച്ചിൻ്റെ കോർഡിനേറ്ററായി വർക്ക് ചെയ്യുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ഷൈനു UK ഈ വിവാഹ നിശ്ചയത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം കർത്താവിൻ്റെ മുന്തിരിത്തോട്ടിൽ അധ്വാനിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ സൗമ്യൽ കുട്ടി പാസ്റ്റർ, അതുപോലെ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ സന്തോഷ്, കർത്താവിൻ്റെ ദാസൻ രാധാകൃഷ്ണൻ, TPN സഭയെ പ്രതിനിധീകരിച്ച് കടന്നു വന്നിരിക്കുന്ന ദൈവദാസൻ, അവർക്കെല്ലാവർക്കും വീണ്ടും വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ അവരെ
ഈ വിവാഹ നിശ്ചയ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ നിയുക്ത വരൻ ജോമോന്റെ ഭവനത്തിൽ നിന്ന് കടന്നു വന്ന ബന്ധുമിത്രാദികളായിരിക്കുന്ന ഏവരെയും ഈ വിവാഹ നിശ്ചയ ശുശ്രൂഷയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ വധുവിൻ്റെ ഭാഗത്തുനിന്ന് ക്ഷണിക്കപ്പെട്ട ഏവരെയും ഈ മഹത്വമേറിയ ശുശ്രൂഷയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. സർവശക്തനായിരിക്കുന്ന ദൈവത്താൽ സ്ഥാപിതമായതാണ് വിവാഹം എന്നുള്ളത്. ഹല്ലേലൂയ. അതിൻ്റെ ഒരു നിശ്ചയത്തിലേക്ക് ഇന്ന് പകൽക്കാലം നമുക്ക് ഏവർക്കും കടന്നു വരുവാൻ സർവകൃപാലുവായിരിക്കുന്ന ദൈവം ഒരുക്കിയ ഈ അനുഭവങ്ങളെ ഓർത്ത് നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അനേക ദൈവജനത്തിന്റെ പ്രാർത്ഥനയുടെ ഫലമാണ് ഇന്ന് പകൽക്കാലം ഇങ്ങനെ ഒരു വിവാഹ നിശ്ചയത്തിലേക്ക് കടന്നു വരുവാൻ ദൈവാത്മാവ് ഇരു കുടുംബങ്ങളെയും അവിടുന്ന് ഇടയാക്കിയത്. എവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. മനോഹരമായിരിക്കുന്ന ഗാനങ്ങൾ ആലപിച്ച് നമ്മെ സന്തോഷത്തിന്റെ അനുഭവത്തിലേക്ക് നയിച്ച കർത്താവിൻ്റെ ദാസൻ സാം കരുവാറ്റയും തന്നോടൊപ്പം കടന്നു വന്നിരിക്കുന്ന കർത്താവിൻ്റെ ദാസന്മാർക്കും ഈ വിവാഹ നിശ്ചയ ശുശ്രൂഷയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. തുടർന്ന് ഒരു സ്പെഷ്യൽ സോങ് ഇപ്പോൾ നമുക്ക് ശ്രമിക്കാവുന്നതാണ്. ബസലേൽ മുൻപോട്ട് കടന്നു വന്ന ഒരു സോങ് ആലപിക്കും. Just as I am, you welcome me. With open arms, how can this be? My guilt is undone, my past is untethered, and I leave it behind and run to my Father. There's no disappointment in your eyes, there's no shame, there is only pride. Oh, I am loved, Father, I'm loved by you. So unresolved your heart for me. My fear is gone, I am set free. There's nothing to hide, there's nothing to measure, 'cause I am your child and that's all that matters. There's no disappointment in your eyes, there is no shame, there is only pride. Oh, I am loved, Father, I'm loved by you. There's no distance in your embrace, over and over again you say, oh, I am loved, Father, I'm loved by you. I'm loved.
you. I'm loved, I'm loved, I'm loved by you. I'm loved, I'm loved, I'm loved by you. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. തുടർന്ന് നമ്മേവരെയും ഇവിടെ വിളിച്ചു കൂട്ടിയതിൻ്റെ ഉദ്ദേശം അറിയിക്കുവാനായി വധുവിൻ്റെ ഭാഗത്തു നിന്ന് വേണ്ടപ്പെട്ടവർ മുൻപോട്ട് കടന്നു വന്ന് ആ കാര്യങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അതിനായി ഞാൻ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ സന്തോഷ് ടി ജിയെ മുൻപോട്ട് ക്ഷണിക്കുകയാണ്. ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. വളരെ അനുഗ്രഹീതമായ ഈ നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. परमेश्वर के नाम की स्तुति हो। आज शाम को वक्त हम इधर इकट्ठे होने के लिए उद्देश्य हमें सबको हमें मालूम है, क्योंकि हल्लेलुया श्री आमीन जॉर्ज थॉमस और अन्नम्मा जेम्स का बेटी बेदेल हॉस्पिटल चर्च मयूरवार फेज 3 मेंबर लिजी जॉर्ज और केरला में वयनाड वैतिरी मुप्पईनाड आशारियत जॉर्ज एजे और मोनी जॉर्ज का बेटा चोमोन जॉर्ज, दोनों का शादी का सगाई अभी इधर हो रहा है। उनका शादी का तारीख डेट हमें फिक्स करने के लिए हम थोड़ी देर के बाद दुल्हन का साइड में कोई भी व्यक्ति नियुक्त किया हुआ व्यक्ति मैदान के वक्त हम ये बात हल्लेलुया और फिक्स करेंगे। പത്തനംതിട്ട, തിരുവല്ല, നിരണം, മടത്തുവേലിൽ ശ്രീ ജോർജ് തോമസിൻ്റെയും അന്നമ്മ ജെയിംസിൻ്റെയും ബദേൽ ഹോസ്പിറ്റൽ ഫെലോഷിപ്പ് മയൂർവാർ ഫേസ് 3 അംഗവുമായ ലിജി ജോർജിൻ്റെയും വയനാട് വൈത്തിരി മുപ്പൈനാട് ആശാരിയത്ത് ജോർജ് ഏജയുടെയും മോനി ജോർജിൻ്റെയും ദി പെന്തക്കോസ്ത് മിഷൻ സഭാംഗമായ ജോമോൻ ജോർജിൻ്റെയും തമ്മിലുള്ള വിശുദ്ധ വിവാഹം ഏകദേശം അവരൊരു ധാരണയിൽ ആയിട്ടുണ്ട്. ഡിസംബർ 26-ാം തീയതി രാവിലെ 9:30 വയനാടുള്ള ദി പെന്തക്കോസ്ത് മിഷൻ സഭയിൽ വെച്ച് നടത്തുവാൻ കർത്താവിൽ ഇരു കൂട്ടരുടെയും ബന്ധപ്പെട്ടവരും മാതാപിതാക്കളും അതിലുപരിയായി സഭയുടെ പ്രിയപ്പെട്ടവരും കൂടി എടുത്ത് നിശ്ചയിച്ചിരിക്കുന്ന കാര്യം പ്രത്യേകാൽ നിങ്ങളെ ഇവിടെ ക്ഷണിക്കപ്പെട്ട് പ്രത്യേകാൽ കേരളത്തിൽ നിന്ന് കടന്നു വന്ന ജോമോൻ്റെ മാതാവ്, പിതാവ്, സഹോദരി, അവരുടെ ബന്ധുമിത്ര, ചാർച്ചക്കാർ, അതുപോലെ തന്നെ ലിജി ജോർജിൻ്റെ ഭാഗത്തു നിന്ന് കടന്നു വന്ന പ്രിയപ്പെട്ടവർ, മാതാവ്, പിതാവ്, അവർ ക്ഷണിച്ച സഹോദരി സഹോദരന്മാർ, അവരുടെ ബന്ധുമിത്രാദി ചാർച്ചക്കാർ, അതിലുപരിയായി സഭയിലെ പ്രിയ ദൈവദാസൻ, കുടുംബം, ദൈവമക്കൾ, മറ്റ് ഇതര ദൈവസഭയിൽ നിന്ന് പ്രത്യേകാൽ അവരുടെ ചെറുപ്പം മുതൽ അവരെ അറിയുന്ന പാസ്റ്റർ ഷൗമൽകുട്ടി അവർ, പാസ്റ്റർ രാധാകൃഷ്ണൻ, പാസ്റ്റർ ഹല്ലേലൂയ സാംകുട്ടി, അതുപോലെ തന്നെ പാസ്റ്റർ ഏണസ്റ്റ്, എല്ലാവരും ഈ വളരെ പ്രാർത്ഥനയോടുകൂടിയാണ് ഈ ഒരു ആലോചന, ഈ ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നത്. അതുകൊണ്ട് ഈ വിവരം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് നമ്മളിവിടെ ആയിരിക്കുന്നത്. തുടർന്ന് വധുവിൻ്റെ ഭാഗത്തു നിന്ന് നിയുക്തരായ പ്രിയപ്പെട്ടവർ കടന്നു വന്ന് കാര്യങ്ങൾ ക്രമീകരിക്കണമെന്ന് ഓർപ്പിക്കുന്നു. വരൻ്റെ ഭാഗത്തു നിന്ന്, വധുവിൻ്റെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മുടെ വായിച്ചത്. ഒന്നുകൂടെ ഞാൻ അതൊന്ന് ഉറപ്പിച്ച് പറയുകയാണ്. പത്തനംതിട്ട കേരള സംസ്ഥാനത്തിൽ പത്തനംതിട്ട ജില്ലയിൽ തിരുവല്ലയിൽ നിരണം എന്ന സ്ഥലത്ത് മടത്തുവേലിൽ ജോർജ് തോമസിൻ്റെയും അന്നമ്മ ജെയിംസിൻ്റെയും മകളും ബദേൽ ഹോസ്പിറ്റൽ ഫെലോഷിപ്പ് മയൂർവാർ ഫേസ് 3 സഭയിലെ അംഗവുമായ ലിജി ജോർജിൻ്റെയും വയനാട് വൈത്തിരി മുപ്പൈനാട് ആശാരിയത്ത് ജോർജ് ഏജയുടെയും മോനി ജോർജിൻ്റെയും ദി പെന്തക്കോസ്ത് മിഷൻ സഭാംഗവുമായ ജോമോൻ ജോർജിൻ്റെയും വിവാഹ നിശ്ചയം ഇവിടെ ഇപ്പോൾ നടക്കുന്നു. അതിൻ്റെ ഡേറ്റ്, വിവാഹത്തിൻ്റെ തീയതി നിശ്ചയിച്ചു അവർ ധാരണയിലെത്തി. തുടർന്നുള്ള കാര്യങ്ങൾ വരൻ്റെ ഭാഗത്തു നിന്നും അറിയിക്കുന്നതിന് വേണ്ടി അവരെ ക്ഷണിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. എൻ്റെ മകൻ ജോമോൻ ജോർജും ഡൽഹി മയൂർ വിഹാർ സഭാംഗമായ മയൂർ വിഹാസ് ബദേൽ സഭാംഗമായ ജോർജാൻ്റെയും ചേച്ചിയുടെയും മകൾ ലിജിയും തമ്മിലുള്ള വിവാഹത്തെക്കുറിച്ച് ഏകദേശം ഞങ്ങളൊരു ധാരണയായിട്ടുണ്ട്. അതിനെക്കുറിച്ച്
അതിൻ്റെ ഡേറ്റെല്ലാം തീരുമാനിച്ച് ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളിവിടെ കടന്നു വന്നിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇരു ഫോനങ്ങളും അറിയിച്ച പ്രകാരം ഡിസംബർ 26-ാം തീയതി പെന്തക്കോസ്ത് ദൈവസഭയുടെ നേതൃത്വത്തിൽ വെച്ച് അനുഗ്രഹിക്കപ്പെട്ട വിവാഹ ശുശ്രൂഷ നടക്കുന്നതായിരിക്കുമെന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുകയാണ്. ഇരുകൂട്ടരും ഇങ്ങനെ ഒരു ധാരണയിലെത്തിയിരിക്കാൻ എല്ലാവരും ആഗ്രഹിക്കുകയും എല്ലാവരും വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നതാണ് നിയുക്ത വധുവും വരനെയും. അവർ രണ്ടുപേരും ഒന്ന് എഴുന്നേറ്റ് നിന്നാട്ട്. പ്രൈസ് ദി ലോർഡ്. എല്ലാവരുടെയും മുഖം കണ്ടിട്ട് എനിക്ക് തോന്നുന്നു തൃപ്തിയായില്ലെന്ന്. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടുകൂടെ അവർക്ക് ഒരുക്കിയിരിക്കുന്ന ഈ ഇരിപ്പിടത്തിലേക്ക് അവരെ അവരുടെ മാതാപിതാക്കൾ കൊണ്ട് ഇരുത്താവുന്നതാണ്. ഈ സമയത്ത് വധുവരന്മാര് ഇവിടെ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന രേഖയിൽ വന്ന് വിവാഹ നിശ്ചയ രേഖയിൽ ഒപ്പിടുന്നതായിരിക്കും. അവിടെ മാതാപിതാക്കൾ സഭയെ പ്രതിനിധീകരിച്ചുകൊണ്ട് മുൻപോട്ട് കടന്നു വന്ന് യേശുമതി എന്നേശുമതി നിൻ സാന്നിധ്യം മാത്രം മതി, ഒപ്പം മതി എനിക്കൊപ്പം മതി, അപ്പാ നീ മാത്രം മതി, എപ്പോഴും കൂടെ മതി. യേശുമതി എന്നേശുമതി നിൻ സാന്നിധ്യം മാത്രം മതി, ഒപ്പം മതി എനിക്കൊപ്പം മതി, അപ്പാ നീ മാത്രം മതി, എപ്പോഴും കൂടെ മതി. താഴ്വരകൾ കുന്നുകളിൽ ജീവിതവാരങ്ങളിൽ, താഴ്വരയിൽ കുന്നുകളിൽ ജീവിതവാരങ്ങളിൽ, നിന്മകളിൽ നിരാശകളിൽ നീറുന്ന മാനസത്തിൽ യേശുമതി എന്നേശുമതി നിൻ സാന്നിധ്യം മാത്രം മതി, ഒപ്പം മതി എനിക്കൊപ്പം മതി, അപ്പാ നീ മാത്രം മതി, എപ്പോഴും കൂടെ മതി, എപ്പോഴും കൂടെ മതി. യേശുമതി എൻ്റെ യേശുമതി നിൻ സാന്നിധ്യം മാത്രം മതി, ഒപ്പം മതി എനിക്കൊപ്പം മതി, അപ്പാ നീ മാത്രം മതി, എപ്പോഴും കൂടെ മതി. ചുഴലിക്കാറ്റിൻ ഭീകരമാ തിരതള്ളി പാടാകിലെ തകർത്തിടുമ്പോ, ചുഴലിക്കാറ്റിൻ ഭീകരമാ
തിരവള്ളിപ്പാടാകിനെ താങ്ങത്തിടുമ്പോ കാറ്റിനെ ശാസിച്ച കർത്തനവൻ കടലിൽ ശാന്തത കൽപ്പിച്ചവൻ താഴ്വരയിൽ കുന്നുകളിൽ ജീവിതഭാരങ്ങളിൽ താഴ്വരയിൽ കുന്നുകളിൽ ജീവിതഭാരങ്ങളിൽ നിന്ദകളിൽ നിരാശകളിൽ നീറുന്ന മാനസത്തിൽ യേശുമതി എൻ്റെ യേശുമതി നിൻ സാന്നിധ്യം മാത്രം മതി ഒപ്പം മതി എനിക്കൊപ്പം മതി അപ്പാ നീ മാത്രം മതി എപ്പോഴും കൂടെ മതി നിങ്ങൾക്ക് എപ്പോഴും കൂടെ മതി എപ്പോഴും കൂടെ മതി. Praise the Lord. Hallelujah. കർത്താവിൻ്റെ പരിശുദ്ധമേറിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇരു കുടുംബങ്ങളും ഇവിടെ വിവാഹ നിശ്ചയ രേഖയിൽ ഒപ്പിട്ടിരിക്കുകയാണ്. പൊതുസഭയുടെ അറിവിന് വേണ്ടി ഞാൻ വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. വിവാഹ നിശ്ചയരേഖ. ദൈവത്തിന് സ്തോത്രം. ദൈവഇഷ്ടം ആയാൽ പത്തനംതിട്ട ജില്ലയിൽ തിരുവല്ല താലൂക്കിൽ നിരണം വില്ലേജിൽ മടത്തുവേലിൽ വീട്ടിൽ ശ്രീമാൻ ജോർജ് തോമസിൻ്റെയും ശ്രീമതി അന്നമ്മ ജെയിംസ് ദമ്പതികളുടെ മകളും ബെതേൽ ഗോസ്പൽ ഫെലോഷിപ്പ് സഭാംഗവുമായ ലിജി ജോർജും വയനാട് ജില്ലയിൽ വൈത്തിരി താലൂക്കിൽ മുപ്പൈനാട് വില്ലേജിൽ ആശരിയത്ത് വീട്ടിൽ ശ്രീമാൻ ജോർജ് എജെ ശ്രീമതി മോനി ജോർജ് ദമ്പതികളുടെ മകനും ദി പെന്തക്കോസ് മിഷൻ സഭാംഗവുമായ ജോമോൻ ജോർജും തമ്മിലുള്ള വിശുദ്ധ വിവാഹം 22-ാം ആണ്ട് ഡിസംബർ മാസം 26-ാം തീയതി രാവിലെ 9:30 മണിക്ക് ദി പെന്തക്കോസ് മിഷൻ സഭയുടെ ചുമതലയിൽ ദി പെന്തക്കോസ്ത് മിഷൻ സഭയിൽ വെച്ച് നടത്തി. ഗൃഹപ്രവേശനം വരന്റെ വീട്ടിൽ നടത്തുവാൻ ഇന്നേ ദിവസം വേണ്ടപ്പെട്ടവർ കൂടി ആലോചിച്ച് വിവാഹ നിശ്ചയം നടത്തിയിരിക്കുന്നു എന്ന് പൊതുസഭയെ ഈ ധരണത്തിൽ ഞാൻ പ്രസ്താവിക്കുകയാണ്. തുടർന്ന് ഈ ശുശ്രൂഷയുടെ അനുഗ്രഹങ്ങൾക്കായി ദൈവജനം പ്രാർത്ഥിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ഇങ്ങനെ ഒരു വിവാഹ നിശ്ചയത്തിലേക്ക് സർവശക്തനായ ദൈവം ഇരു മാതാപിതാക്കളുടെയും ഭവനങ്ങളെ ഇങ്ങനൊരു ക്രമീകരണത്തിലേക്ക് ദൈവം ഒരുക്കിയതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം അവരെ കുടുംബമായി ധാരാളമായി അനുഗ്രഹിക്കട്ടെ. തുടർന്ന് ഈ വിവാഹ നിശ്ചയരേഖ കൈമാറ്റം ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ്. വധുവിൻ്റെ ഭാഗത്തു നിന്നും വരൻ്റെ ഭാഗത്തു നിന്നും രണ്ടുപേരുടെയും പിതാക്കന്മാർ മുൻപോട്ട് കടന്നു വരേണ്ടത് ഏറ്റവും ആവശ്യമാണ്. Praise the Lord. Hallelujah. ദൈവത്തിന് സ്തോത്രം. തുടർന്ന് ദൈവവചന ശുശ്രൂഷയിലേക്ക് നാം കടന്നു വന്നിരിക്കുകയാണ്. ഈ വിവാഹ നിശ്ചയ ശുശ്രൂഷയുടെ മഹനീയമേറിയ ഒരനുഭവമാണ് ദൈവവചന ശുശ്രൂഷ എന്നുള്ളത്. ഇവിടെ ആയിരിക്കുന്ന എല്ലാവരും വളരെ പ്രാർത്ഥനയോടുകൂടെ
ദൈവസന്നിധിയിലായിരിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. സർവശക്തനായിരിക്കുന്ന ദൈവത്താൽ സ്ഥാപിതമാണ് വിവാഹം എന്നുള്ളത്. അത് വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലവാരത്തിൽ സർവശക്തനായിരിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ തുടർന്ന് ആ വിവാഹം അനുഗ്രഹമായി നടക്കത്തക്കവണ്ണം പ്രാർത്ഥിക്കുകയും ഇപ്പോൾ ഇവിടെ ആയിരിക്കുന്ന എല്ലാ ദൈവജനവും വളരെ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കണം. സർവശക്തനായ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത സാന്നിധ്യം ഇന്ന് പകൽക്കാലം ഈ സന്ധ്യാസമയത്ത് നമ്മുടെ മധ്യയുണ്ട്. നമ്മുടെ കർത്താവ് സകലത്തിൻ്റെയും കാരണഭൂതനാണ്. ഒന്നുമില്ലായ്മയിൽ നിന്നും സകലത്തെയും വിളിച്ചു വരുത്തിയവനായ ആ കർത്താവിൻ്റെ സാന്നിധ്യത്തിലാണ് ഈ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ ഇവിടെ നടക്കുവാനിടയായി തീർന്നത്. ഇതൊരു മാനുഷികമായിരിക്കുന്ന ബുദ്ധിയുടെ പ്രമാണമല്ല. ഇതൊരു മാനുഷികമായിരിക്കുന്ന ചിന്താഗതിയിൽ കൂടി തിരിഞ്ഞ ആശയമല്ല. ഇത് സർവശക്തനായിരിക്കുന്ന ദൈവത്താൽ സ്ഥാപിതമായിരിക്കയാൽ ആ അനുഗ്രഹിക്കപ്പെട്ട വിവാഹ ശുശ്രൂഷയുടെ നിശ്ചയം ഈ സന്ധ്യാസമയത്ത് ഈ ഹാളിൽ വെച്ച് നടത്തുവാൻ സർവശക്തനായ ദൈവത്തിൻ്റെ കൃപയൊന്നു മാത്രമാണെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. തുടർന്ന് വചന ശുശ്രൂഷയ്ക്കായി ബേഥേൽ ഗോസ്ബൽ ഫെലോഷിപ്പ് ചർച്ചിൻ്റെ കോർഡിനേറ്ററായി പ്രവർത്തിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ഷൈനി ജൂക്കെ ഞാൻ മുൻപോട്ട് ക്ഷണിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല വൈകിയ സമയത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വേദിയിലായിരിക്കുന്ന കർത്തദാസന്മാർ, പ്രത്യേകിച്ച് ഈ മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ബേബി പി കെ, അതേപോലെ തന്നെ ഈ സ്റ്റേജിലായിരിക്കുന്ന അഭിഷിക്ത കർത്താവിൻ്റെ ദാസന്മാർ, അനുഗ്രഹിക്കപ്പെട്ട നല്ല ഗാനങ്ങളെ ആലപിച്ച് നമ്മളെ ആത്മീയ അന്തരീക്ഷത്തിലേക്ക് നടത്തിയ കർത്താവിൻ്റെ ദാസന്മാർ, സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്യുന്ന കർത്താവിൻ്റെ ദാസൻ, അതേപോലെ തന്നെ 2 ഭവനത്തിൽ നിന്നും സഭയിൽ നിന്നും കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ക്രിസ്തുവേശുവിൽ എൻ്റെ സ്നേഹത്തെയും വന്ദനത്തെയും പ്രാരംഭമായി ഞാൻ അറിയിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നിങ്ങളെല്ലാം ഇരുത്തം കണ്ടിട്ട് വലിയ സന്തോഷം തോന്നുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഒന്ന് സന്തോഷിച്ച് ദൈവത്തെ ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദീർഘ ദിവസങ്ങളായി മാസങ്ങളായി നമ്മൾ പ്രാർത്ഥിക്കുകയും കാത്തിരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ദിവസമാണ് ഇന്ന്. പ്രൈസ് ദി ലോർഡ്. നമ്മളെക്കാളൊക്കെ ഉപരിയായി അവർ രണ്ടുപേരും വളരെ പ്രിപ്പറേഷനോടുകൂടി, വളരെ പ്രാർത്ഥനയോടുകൂടി, വളരെ ഒരുക്കത്തോടുകൂടി നമ്മുടെ മധ്യത്തിൽ കടന്നു വന്നിരിക്കുമ്പോൾ നമ്മളും അവരുടെ സന്തോഷത്തിൽ പങ്കാളികളാകുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവർ രണ്ടുപേരെയും ഓർത്ത് ഞാൻ ആദ്യമായി ഞാൻ കൺഗ്രാജുലേഷൻ പറയുകയാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ കാലഘട്ടത്തിൽ इंगने और सभा, मैं यहाँ पर कुछ हिंदी में भी बोलना चाहता हूँ क्योंकि मैं यहाँ से देखते हैं तो काफ़ी हिंदी भाई लोग बहन लोग हमारे बीच में हैं, इसलिए मैं ये समझता हूँ आप लोग भी इसकी हिस्सा है, तो आपको भी थोड़ा सा बीच में हिंदी में मैं इस विषय को बताने के लिए मैं भी चाहूँगा. अभी तक यहाँ पर जो कुछ हुआ था वो सब मलयालम में था. आप लोग इधर उधर देख रहे क्या हो रहा है, आपको समझ में नहीं आ रहा है. मैं विश्वास करता हूँ अब कुछ समय मैं हिंदी में भी इसके बीच में बताने के लिए कोशिश करूँगा. ज़्यादा समय लंबा खींच के भी नहीं ले जाऊँगा. बिल्कुल शॉर्ट में आप लोग के बीच में कुछ बातों को रखकर प्रार्थना के साथ इस सभा को हम समाप्त करेंगे. मैं विश्वास करता हूँ आप लोग सब लोग खुश हैं, मैं खुश हूँ, हमसे ज़्यादा खुश वो दोनों हैं. प्रेज़ द लॉर्ड. हालेलुया. काफ़ी दिन के इंतजार के बाद आज के दिन आ चुका है. प्रेज़ द लॉर्ड. हालेलुया. काफ़ी दिन की प्रार्थना के बाद वो बहुत तैयारी के साथ हमारे बीच में हैं. मैं प्रभु का धन्यवाद करता हूँ. हमें पता है बाइबल हमें सिखाते हैं. आई एम ऑल्सो वेरी मच इंटरेस्टेड इन हिंदी हैं. हिंदी में प्रचार करना ही मैं जब बहुत ज़्यादा पसंद करता हूँ. ज़्यादा मलयालम में मैं सेवा नहीं करता हूँ. मलयालम में तो बहुत काफ़ी महीने के बाद प्रचार कर रहा हूँ. प्रभु आप सभी को आशीष करें. बड़ा एक बात ये भी है, जो वायनाड से हमारे बीच में आया है उनको भी हिंदी नहीं आते हैं. काफ़ी लोग वहाँ से आए तो उनको बीच में मलयालम में भी बोलना मेरे लिए बहुत ज़रूरी है. तो उनको दोनों बातों को देखकर मेरे को आगे बढ़ना पड़ेगा. प्रभु आप सभी को आशीष करें. കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ദൈവം നമ്മളെല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് हमें पता है परमेश्वर के वचन में शादी किसी मनुष्य की योजना से नहीं हुआ है.
शादी जो है वो परमेश्वर की ओर से नियुक्त किया गया है, परमेश्वर ने तैयार किया हुआ एक बात है, ताकि समूह बढ़ना है, सोसाइटी बढ़ना है, परिवार बढ़ना है, उसके लिए परमेश्वर ने नियुक्त किया हुआ एक बात है शादी. പ്രൈസ് ദി ലോർഡ്. വിവാഹം എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ നിർമ്മിതമല്ല, കർത്താവ് തന്നെ ഈ ഭൂമിയിൽ ഒരു ചെയ്ത ഒരു കാര്യമാണ്, നമുക്കറിയാം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ हमें ये बात को याद रखना है, जब शादी में जब हम प्रवेश करते हैं, വിവാഹം ഒരു കരാറല്ല, ഒരു കൂട്ടുകെട്ടുമല്ല, ഒരു ഉടമ്പടിയാണത്. ഇറ്റ്സ് എ കവനന്റ്. मैरिज इज ए कवनेंट, मतलब दो पार्टी एक साथ मिलकर संबंध में आते हैं, उसी बातों को शादी कहते हैं. दोनों अलग अलग परिवारों से, अलग अलग कल्चर से पैदाइश हुआ है, अलग अलग माता पिताओं की कल्चर में अलग पालन पोषण किए हुए लोग हैं, एक साथ होने का समय है ये. प्रेज द लॉर्ड. मैं जानता हूँ जब मेरा शादी हुआ था आज से 16 साल पहले, तो मेरा शादी में जब मैं एक केरला का एक कोने में था, मेरा मिसेस दूसरे एक कोने में से था. जैसे आज यहाँ पर जो शादी होने जा रहे हैं, इनमें बड़ा വിവാഹത്തിന് നിശ്ചയം ചെയ്ത് അവർ അതിനുവേണ്ടി തയ്യാറായിക്കൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ ജീവിതം നോക്കുകയാണെങ്കിൽ അവരെക്കുറിച്ച് നമുക്കറിയാം. ലിജി സിസ്റ്റർ ഡൽഹിയിൽ ജനിച്ചു വളർന്നു, അതേപോലെ തന്നെ തെക്കൻ കേരളത്തിലായിരിക്കുന്നു. അതേപോലെ തന്നെ ജോമോൻ ബ്രദർ മലബാറിലാണ്, അതേപോലെ തന്നെ ഞാനും മലബാറുകാരൻ, വയനാടുകാരനാണ് ജോമോൻ, ഞാൻ കോഴിക്കോടുകാരനാണ്. അങ്ങനെ രണ്ട് സ്ഥലങ്ങളിലുള്ള ഒരു പല നിലയിൽ വളർത്തപ്പെട്ട അല്ലെങ്കിൽ ജനിച്ചു വളർന്ന സാഹചര്യങ്ങൾ, ഇതെല്ലാം മാറ്റമുള്ളവരാണ്. നിങ്ങൾ ഒന്നിച്ചു കൂടുമ്പോൾ ഹല്ലേലൂയ നിങ്ങളിലുള്ള കുറവുകൾ പലതും കണ്ടേക്കാം. ഒരു പക്ഷേ നിങ്ങൾ ആ കൾച്ചറലി ചില വ്യത്യാസങ്ങൾ നിങ്ങൾ കണ്ടേക്കാം. പക്ഷേ ഇന്ന് കൂടുതൽ നിങ്ങളോടാണ് എനിക്ക് ഫോക്കസ് ചെയ്യാനുള്ളത്. ഹല്ലേലൂയ നമ്മൾ രണ്ട് കൾച്ചറിൽ ജീവിച്ച് അതിൽ വളർന്നു വന്നിരിക്കുന്ന നിങ്ങൾ ഒന്നിച്ചാകുമ്പോൾ അതിൻ്റെതായ ചില വിഷയങ്ങൾ ഒരു പക്ഷേ നിങ്ങൾക്ക് നേരിട്ടേക്കാം. അതിനെ സോൾവ് ചെയ്ത് ഒരുമിച്ച് മുന്നേറുവാനുള്ള ദൈവകൃപ നിങ്ങൾക്ക്, അതിനുവേണ്ടി നിങ്ങൾ ആത്മാർത്ഥമായി ദിവസങ്ങളിൽ പ്രാർത്ഥിക്കണം എന്നുള്ളതാണ് എനിക്ക് ആദ്യം പ്രാരംഭത്തിൽ പറയുവാനുള്ളത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മാരേജ് എന്ന് പറയുമ്പോൾ ഒരു കവനന്റ് ആണ്, നിങ്ങൾ രണ്ടുപേരും എടുക്കുന്ന ഒരു തീരുമാനമാണ്. അതൊരു വളരെ ശക്തമായ ഒരു പവർഫുള്ളായ ഒരു കാര്യമാണ്. വിവാഹ ഉടമ്പടി എന്താണെന്നും എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നും നിങ്ങൾക്ക് ഉറച്ചതായ ഒരു ധാരണ ഉണ്ടായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഉടമ്പടി രണ്ട് വ്യക്തികൾ തമ്മിൽ ഒരുമിച്ച് ചേരുക എന്നുള്ള ഒരു വിഷയമാണ് ഇവിടെ വരുന്നത്. നിങ്ങൾ രണ്ട് വ്യക്തികളാണ്, आप दोनों अलग अलग घर पे हैं, दो अलग अलग परिवारों से हैं, लेकिन इस मैरिज कवेनेंट के साथ जिस दिन आपकी कुछ दिन के बाद, लगभग मेरे ख्याल से 26 को है मैरिज, इसी महीने में. मेरा तो शादी ऐसी हुआ था, 1 महीना डिफरेंस था, एंगेजमेंट हो गया, 1 महीना तक डिफरेंट हो गया. इनके लिए बहुत खुशी की बात है. अभी समय ज़्यादा नहीं है प्रिपरेशन के लिए, मेरे लिए तो बहुत समय मिल गया था. ओके तो यहाँ पर आप लोगों के लिए बहुत समय ज़्यादा नहीं है. एक बात है, कुछ दिन के बाद एक परिवार होने जा रहे हैं आप. अलग अलग जगह से था, നിങ്ങൾ രണ്ടുപേരും ഡിഫറെൻറ്റ്, ഞാൻ പറഞ്ഞതുപോലെ തന്നെ മറ്റ് പല ഭവനങ്ങളിൽ വളർന്നു. ആ സാഹചര്യങ്ങളെല്ലാമാണ്. നിങ്ങൾ ചില ദിവസങ്ങൾക്ക് ശേഷം നിങ്ങൾ ഒന്നിച്ചാവാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വ്യക്തിപരമായി രണ്ട് വ്യക്തിത്വങ്ങളാണ്, പക്ഷെ നിങ്ങൾ ഒന്നു ചേരുവാൻ പോവുകയാണ്. ഉടമ്പടിയിലൂടെ നിങ്ങൾ ഒന്നു ചേരാൻ പോകുമ്പോൾ നിങ്ങൾ ഒരു വ്യക്തിയായിത്തീരുക. എങ്ങനെയാണ്? രണ്ട് വ്യക്തികൾ മരിക്കുകയാണ്, ഹല്ലേലൂയ പുതുതായി ഒരു വ്യക്തിത്വം ഉടലെടുക്കുകയാണ്. നിങ്ങൾ രണ്ടുപേരും ചേരുമ്പോൾ ഹല്ലേലൂയ ആ പഴയ സ്വഭാവങ്ങൾ, പഴയ ഷെഡ്യൂളുകളെല്ലാം മാറി ഒരു പുതിയ തലത്തിലേക്ക് നിങ്ങൾ മാറുവാൻ പോവുകയാണ്. ഇതുവരെ നിങ്ങൾ ഹല്ലേലൂയ ഒരു സ്വതന്ത്രരായിരുന്നു, ഒരു പരിധിവരെ നിങ്ങൾ നിങ്ങളതായ ഇഷ്ടത്തിന് ജീവിച്ചവരാണ്. അപ്പോൾ ഇനി അത് പറ്റത്തില്ല. നിങ്ങൾ ഒരു കുടുംബമായി വരുമ്പോൾ രണ്ടുപേരെയും, രണ്ട് ആളുകളെയും അനിഷ്ടങ്ങൾ അറിഞ്ഞ് മനസ്സിലാക്കി ആ നിലയിലുള്ള ഒരു ജീവിതത്തിലേക്ക് നിങ്ങൾ മുന്നേറുവാൻ പോവുകയാണ്. അപ്പോൾ ഹല്ലേലൂയ ഇനി വേറൊരു കാര്യം പറഞ്ഞാൽ, ഇതുവരെ अभी तक इनका जीवन में क्या हुआ कि व्यक्तिगत विषयों के ऊपर व्यक्तिगत डिसीजन ले सकता था, लेकिन अब जब परिवार में हो जाते हैं तो आप व्यक्तिगत रूप से कोई डिसीजन नहीं ले सकता है. प्रेज़ द लॉर्ड. अब लीजी नहीं बोल सकते हैं कि मेरा 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 करके नहीं बोल सकते हैं. जब हम बोलेगा तो लीजी और जौमन भी ये नहीं बोल सकता मेरा मेरा करके, हमारा है. ये कॉन्ट्रैक्ट के बाद में जब आप ये जो कवेनेंट
जो मैरिज कवनन में प्रवेश कर देता है, शादी में प्रवेश किया जाएगा, उस समय से आपके जीवन में क्या होगा कि हमारा एक विषय आएगा। अभी का तुम्हारा तुम्हारा आपकी आपकी ऐसी करके बताया जाते थे, लेकिन अब उनके बाद क्या होगा, आप हमारा हो गया। प्रेज़ द लॉर्ड, हालेलुया। उसमें उदाहरण के तौर पे बताऊंगा, अब दोनों अलग अलग जगह पे जॉब करते होंगे, पैसा आएगा एक साथ, तो आपका मेरा पैसा तुम्हारा पैसा। आजकल यही प्रॉब्लम है। आजकल शादी के बाद में क्या है, हस्बैंड जो कमाते हैं और बीवी जो कमाते हैं वो अलग अलग अपना छुपा के रख देते हैं, पूरा रिवील नहीं करते हैं। तो ऐसी अनुभव में क्या है, आजकल बहुत क्लैश होता है, घरों में परेशानी होते हैं। आजकल डिवोर्स केसेस बढ़ते जा रहे हैं। कारण क्या है, दोनों म्यूचुअल अंडरस्टैंडिंग से नहीं चल पा रहे हैं। इसलिए आज आप आने वाला दिन में शादी में प्रवेश करने से पहले आपको इसके लिए प्रिपेयर करने का समय है। कुछ दिन इसी के लिए तैयार रहना। जो कुछ आपके जीवन में है, इवन आपकी शरीर भी, आपकी अपना शरीर भी, आप एक दूसरे के लिए संबंध में हैं। यह है कवेनेंटल रिलेशनशिप। जैसे परमेश्वर यीशु मसीह के साथ कलीसिया के संबंध है, वैसे आप दोनों जब കവനൻ में प्रवेश करते हैं, ഉടമ്പടിയോടുകൂടെ നിങ്ങൾ എടുത്ത തീരുമാനത്തിൽ മുന്നേറുമ്പോൾ നിങ്ങൾക്ക് ജീവിതത്തിൽ ക്രിസ്തുവിനെ പോലെ തന്നെ ക്രിസ്തുവും സഭയുമായിട്ടുള്ള ബന്ധം പോലെ നിങ്ങൾ ബന്ധത്തിൽ ഒരു അടിയുറച്ച ഒരു വിശ്വാസത്തോടുകൂടി ആ ഒരു ബന്ധത്തിന് ഒത്തവണ്ണം നിങ്ങളുടെ ജീവിതം മുന്നേറുവാൻ നിങ്ങൾ അതിനുവേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. इस बातों को अगर हम देखते हैं, एक बात ऐसी है कि സഭാപ്രസംഗിയുടെ പുസ്തകം 4-ാം അധ്യായം അതിന്റെ 9-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ഒരുവനേക്കാൾ ഇരുവർ ഏറെ നല്ലത്, അവർക്ക് തങ്ങളുടെ പ്രയത്നത്താൽ നല്ല പ്രതിഫലം കിട്ടും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന തീരുമാനത്തിൽ ഏതെല്ലാം സാഹചര്യങ്ങളാണെങ്കിലും നിങ്ങൾ ഒത്തുചേർന്ന് മുന്നോട്ട് പോകുമ്പോൾ അതിനെ തകർക്കുവാൻ ഒരു ശക്തിക്കും പറ്റത്തില്ല. അപ്പോൾ ഒരു വ്യക്തി, നിങ്ങൾ ഇൻഡിവിജ്വലായി ചില തീരുമാനങ്ങൾ എടുത്ത് അതിന്മേൽ മാത്രം ഫോക്കസ് ചെയ്യാതെ രണ്ടുപേരും ചേർന്നിരുന്ന ഒരു കാര്യങ്ങൾ തീരുമാനിച്ച് കുടുംബജീവിതം മുന്നേറുകയാണെങ്കിൽ ദൈവിക നന്മ അനുഭവിക്കുന്ന കുടുംബമായി നിങ്ങൾ മാറുവാൻ ഇടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എല്ലാ കാര്യത്തിനും ദൈവത്തിന് പ്രയോറിറ്റി കൊടുത്തുകൊണ്ടായിരിക്കണം നിങ്ങളുടെ കുടുംബജീവിതം നിങ്ങൾ തുടങ്ങുമ്പോൾ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് യേശുക്രിസ്തുവിനെ സെന്റർ പോയിന്റ് വെച്ചുകൊണ്ട് നിങ്ങളുടെ കുടുംബജീവിതം മുന്നേറുകയാണെങ്കിൽ ഈ ഭൂമിയിൽ ഒരു ശക്തിക്കും അതിനെ തകർക്കുവാൻ സാധ്യമല്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ഞാൻ വളരെ ഒരു ദീർഘമായ ഒരു പ്രസംഗത്തിലേക്ക് പോകുന്നില്ല. കാരണം നമുക്കറിയാം സമയം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളെ ജീവിതത്തിൽ ഏതെല്ലാം ഡിസിഷനുകൾ എടുക്കുമ്പോഴും ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് അതിനുമേൽ ഒരു ഡിസിഷൻ എടുക്കുന്ന ഒരു തീരുമാനം നമുക്കുണ്ടായിരിക്കണം. നിങ്ങൾ ഞാൻ ആക്ച്വലി ഒരു ഹിന്ദി കുടുംബത്തിൽ കഴിഞ്ഞ ദിവസം ഒരു വിഷയമുണ്ടായി, എന്നെ വിളിക്കുവാനിടയായി തീർന്നു. അപ്പം वो विषय क्या था कि एक परिवार में एक इश्यू हो गया, तो मेरे पास में फोन किया. क्या है कि पत्नी को कोई जरूरत है तो पति से नहीं, पति की पेरेंट्स से पूछना पड़ते हैं. ये बहुत लफड़ा है ना. तो आजकल यही एक ट्रेंड बन जाते हैं. जब आप दोनों शादी की रिश्ता में प्रवेश किया जाएगा, उसके बाद में सबसे बड़े प्रायोरिटी आपको क्या होना चाहिए, अपना पति पत्नी में आपस में प्रायोरिटी होना चाहिए. उसके बाद में अपने परिवार के बारे में काफी क्या बात हो जाते हैं. जब शादी किया जाते हैं, നമ്മൾ വിവാഹം കഴിഞ്ഞതിന് ശേഷം പേരൻസിനെ എന്താണ് ചെയ്യേണ്ടത്, പേരൻസ് സെക്കൻഡറി ആണ്. പ്രൈമറി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരുള്ള ബന്ധമാണ്. അതിനുശേഷമാണ് നിങ്ങളെ പാരൻസ്. പലപ്പോഴും പേരൻസ് എന്തെങ്കിലും ചെറിയൊരു വിഷയം ഉണ്ടാകുമ്പോൾ അതിന് ഫോൺ ചെയ്ത് വലിയൊരു ഇഷ്യൂ ആക്കി മാറ്റാതെ, എന്തെങ്കിലും അങ്ങനെയുള്ള സംസാരങ്ങൾ വിഷയങ്ങൾ വരുമ്പോൾ നിങ്ങൾ ഒരുമിച്ച് ഒരു തീരുമാനമെടുത്ത് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് മുന്നേറുന്ന ഒരു അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുകയാണ് എന്നുള്ളൊരു തീരുമാനത്തിൽ നിങ്ങളായിത്തീരുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്, ദൈവസന്നിധിയിൽ നിങ്ങൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. രണ്ടാമത്തെന്ന് പറഞ്ഞാൽ ഒരു സമർപ്പണം ഉണ്ടായിരിക്കണം നിങ്ങളുടെ ജീവിതത്തിൽ. നിങ്ങൾ ഒരാൾക്ക് മറ്റുള്ളവരുമായ ഒരു സമർപ്പണം, തങ്ങളുടെ ജീവിതത്തെ ഒരു സമർപ്പിക്കുന്ന ഒരു അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ദിവസങ്ങൾ അതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങൾ ഒരു ദൈവസന്നിധിയിൽ എടുക്കുന്ന വരും ദിവസങ്ങൾ 26-ാം തീയതി വിവാഹം കഴിക്കുമ്പോൾ ഞാൻ ഐ ഡു എന്ന് പറഞ്ഞ് നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങളിൽ അതിൽ ക്രിസ്തുവുമായുള്ള ഒരു ബന്ധത്തോട് അത് യോജിക്കപ്പെടുകയാണ്.
എന്താണ് കർത്താവിൽ മത്തായി സുവിശേഷം അതിൻ്റെ 6:33 പറയുന്നു, എന്നാൽ ആദ്യം അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, എന്നാൽ ഇവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ നിങ്ങൾ ഈ ഭൂമിയിൽ ആയിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കൂടുതൽ നിങ്ങളൊരു കമ്മിറ്റ്മെൻറ്റഡ് ആയിരിക്കണം, നിങ്ങൾ സമർപ്പിക്കപ്പെട്ടവരായിരിക്കണം, ദൈവത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട ഒരു കുടുംബമായി മാറുവാൻ ഇടയായിട്ടാണ്. ആദ്യം കർത്താവിൻ്റെ രാജ്യം അന്വേഷിക്കുക, കർത്താവിൻ്റെ വേലയിൽ അല്ലിയ മുൻതൂക്കം കൊടുക്കുക, പരമേശ്വർക്ക് രാജ്യക്ക് അല്ലിയ പ്രതിനിധിത്വ ഹേ ആബ്. നിങ്ങൾ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ കർത്താവിനെ പ്രതിനിധീകരിക്കുന്ന ഒരു കുടുംബമായി നിങ്ങൾ മാറുകയാണ്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ സംഭവങ്ങൾക്കും കർത്താവിൻ്റെ സന്നിധിയിൽ ദൈവസഭയ്ക്ക് തുല്യമാണ് നിങ്ങൾ മറ്റുള്ളവരുടെ ഒരു മാതൃക ഒരു കുടുംബമായി മുന്നേറുവാൻ കർത്താവിൻ്റെ നിങ്ങളുടെ കുടുംബത്തിൽ ഏതെല്ലാം വിഷയങ്ങൾ വന്നാലും അത് നിങ്ങളിൽ തന്നെ ഒതുങ്ങി നിങ്ങളുടെ കുടുംബങ്ങളിൽ തന്നെ ഒതുങ്ങി നിന്നുകൊണ്ട് ദൈവനാമ മഹത്വത്തിനായി തീരുവാൻ വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥനയോടും ആ ഒരു സമർപ്പണവും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. പലപ്പോഴും ആ ഇഷ്യൂകൾ പല നിലയിൽ മാറി ദൈവനാമത്തിന് പോലും ദുഷിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് പോകുന്ന കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളുമായിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് നിങ്ങൾ വലിയൊരു ഒരു പ്രസംഗത്തിലേക്കോ ആ ഒരു നിലയിലുള്ള ടീച്ചിങ്ങിലേക്കോ പോകാൻ സമയമില്ല. പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കിയിരിക്കണം, ഞാനും നിങ്ങളും എല്ലാവരും ക്രിസ്തുവിനെ പ്രതിനിധീകരിക്കുന്നവരാണ്. അപ്പോൾ നമ്മളെ ജീവിതത്തിൽ എന്തെല്ലാം വിഷയങ്ങൾ വന്നാലും അത് കർത്താവിൻ്റെ നാമത്തിന് കൂടി ദോഷം ചെയ്യുന്നതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം ജീവിക്കുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. എല്ലാത്തിനും ഉപരിയായി നിങ്ങളുടെ ജീവിതത്തിൽ ദൈവവുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഉള്ളതുപോലെ തന്നെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം. आजकल आपस में मियाँ बीबी के साथ में संबंध बहुत कम है. आजकल फोन के ऊपर ज़्यादा छेड़खानी फोन पे है, बात नहीं कर पाते हैं. जो भी कुछ भी आपको विषय है, നിങ്ങൾക്ക് ഏതെല്ലാം വിഷയങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾ ആദ്യം ഇരുന്ന് രണ്ടുപേരും കൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാനുള്ള തീരുമാനം ഉണ്ടാക്കണം. ഒരു ദിവസമെങ്കിലും നിങ്ങൾ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യണം. ഒരു ദിവസമെങ്കിലും അതിനുവേണ്ടി നിങ്ങൾ സമയം കണ്ടെത്തണം. തമ്മിൽ നിങ്ങളുടെ ജീവിത കാര്യങ്ങൾ സംസാരിക്കുവാനും എല്ലാത്തിനുമായിട്ട്. കാരണം ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ എല്ലാവരും മൊബൈൽ ബിസിയാണ്. കുടുംബത്തിൽ സംസാരിക്കണമെങ്കിൽ പോലും ഫോൺ വിളിച്ച് സംസാരിക്കേണ്ട ഒരു കാലഘട്ടത്തിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പല കുടുംബങ്ങളിൽ തകർച്ചയാണ്. ഞാൻ അറിയുന്ന പല അനേക കുടുംബങ്ങൾ വിളിച്ച് പറയാറുണ്ട്, നമ്മൾ പ്രാർത്ഥനാ വിഷയങ്ങൾ പറയാറുണ്ട്. അതുകൊണ്ട് ഈ അവസരം ഞാൻ അതിനുവേണ്ടി ഉപയോഗിക്കുകയാണ്. നിങ്ങൾ ദൈവസന്നിധിയിൽ ഈ ദിവസങ്ങളിൽ വളരെ കമ്മ്യൂണിക്കേഷൻ ഉള്ള നിങ്ങൾ एक दूसरे से बहुत अच्छा से जानकारी होना चाहिए. നല്ല ഒരു ബന്ധം സംസാരിച്ച് എല്ലാ കാര്യങ്ങളും ഓപ്പണായി സംസാരിക്കുവാനും കുറവുകൾ രണ്ടുപേർക്കും ഒരു പക്ഷേ കുറവുകളും ബലഹീനതകളും ഉണ്ടാകാം. പക്ഷേ അത് രണ്ടുപേരും പറഞ്ഞുകൊണ്ട് അതിനെക്കുറിച്ച് സംസാരിക്കുകയും അതിനൊരു തീരുമാനമെടുത്ത് മുന്നേറുവാനും പ്രാർത്ഥിച്ച് മുന്നേറുവാനും നിങ്ങൾ ഒരുങ്ങുന്നുവെങ്കിൽ കർത്താവ് നിങ്ങളെ കുടുംബത്തെ വരും ദിവസങ്ങൾ വളരെ ധാരാളമായി അനുഗ്രഹിക്കുവാൻ ഇടയായി തീരും. പ്രൈസ് ദി ലോർഡ്. मैं विश्वास करता हूँ परमेश्वर इस परिवार को आने वाला दिन में आशीष करेंगे और बहुत ऐसे आशीष उनके जीवन में हो. ये भी मैं प्रार्थना करता हूं आपका जीवन में पारिवारिक जीवन में जब प्रवेश करेंगे आपका जीवन में ये होना चाहिए कि मसीह को सबसे पहले स्थान देना है. प्रेज़ द लॉर्ड. किसी और चीज में नहीं. നിങ്ങൾ ഏതെല്ലാം കാര്യത്തിന് നിങ്ങൾ സമയം കൊടുക്കുന്നു അതിലെല്ലാം ഉപരിയായി കർത്താവിന് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ മഹത്വവും അതായിരിക്കണം നിങ്ങളുടെ സെൻട്രൽ പോയിന്റ് എന്ന് പറഞ്ഞാൽ. കർത്താവായ യേശുക്രിസ്തുവിനെ നിങ്ങളെ സെൻട്രൽ പോയിന്റ് ആയിട്ട് വെച്ച് കുടുംബജീവിതം മുന്നേറുകയാണെങ്കിൽ ഒരു ശക്തിക്കും അതിനെ തകർക്കുവാൻ കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ആ ഒരു ഡിസിഷനോട് കൂടെ വരും ദിവസങ്ങളിൽ അതിനുവേണ്ടി പ്രിപ്പറേഷൻ എടുത്തുകൊണ്ട് പ്രാർത്ഥനയോടെ ആയിരിക്കാം എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതേപോലെ തന്നെ ബദൽ ഗോസ്ബൽ ഫെലോഷിപ്പ് ചർച്ചിൻ്റെ പേരിലുള്ള നമ്മളെ എല്ലാ ചർച്ചിനെയും പ്രതിനിധീകരിച്ചുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ആശംസ അറിയിക്കുന്നു. വരും ദിവസങ്ങളിൽ ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. എത്രയും പെട്ടെന്ന് വരും ദിവസങ്ങളിലുള്ള നിങ്ങൾ എനിക്കറിയാം വളരെ പ്രിപ്പറേഷൻ അതിനുണ്ട്. നിങ്ങളെ ആ യാത്രകളിലും ആ നാട്ടിലാണ് വിവാഹം നടക്കുന്നത്, നിങ്ങളെ കുടുംബജീവിതവും എല്ലാം വരും ദിവസങ്ങൾ അതിലേക്ക് പ്രവേശിക്കുമ്പോൾ വളരെ ധന്യമായി തീരട്ടെ, അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി ഞങ്ങളുടെ സഭയായി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കൺഗ്രാജുലേഷൻ. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ ഇരിക്കുന്നു. ഗോഡ് ബ്ലസ് യു. താങ്ക് യു ഫോർ ദിസ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. തുടർന്ന് കൊയർ ഒരു ഗാനം ആലപിക്കുന്നതായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ അവിടെ സ്നാക്സ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ള ഏത് ഐറ്റമാണോ അത് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാനുള്ള അവിടെ സെൽഫ് സെർവിംഗ് ആണ്. കാരണം ഇത്രയും നമുക്ക് താഴെ മേലോട്ട് കൊണ്ടുവരാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഇപ്പോൾ സ്നാക്സ് സെർവിംഗ് അവിടെ നടക്കുകയാണ്. നിങ്ങൾക്കതിൽ പങ്കുചേരാം എന്ന് ദൈവനാമത്തിൽ ഓർക്കുന്നു. അभी स्नैक्स सर्विंग उधर शुरू करें, सब लोग उसमें शामिल होना.
ഭയമോ ഇനി എന്നിൽ സ്ഥാനമില്ല, എൻ ഭാവിയെല്ലാം താതൻ കരങ്ങളില. നിരാശ ഇനി എന്നെ തൊടുകയില്ല, പ്രത്യാശയില്ല അനുദിനം വർദ്ധിക്കട്ടെ. ഭയമോ ഇനി എന്നിൽ സ്ഥാനമില്ല, എൻ ഭാവിയെല്ലാം താതൻ കരങ്ങളില. നിരാശ ഇനി എന്നെ തൊടുകയില്ല, പ്രത്യാശയിൽ അനുദിനം വർദ്ധിക്കട്ടെ. യാഹേ എന്നെന്നുമെൻ ദൈവം, തലമുറ തലമുറയാ. യാഹേ നീ എങ്ങൻ സങ്കേതം, തലമുറ തലമുറയായി. നീ മയങ്ങുകില്ല, നീ ഉറങ്ങുകില്ല. ഇസ്രായേലിൻ പരിപാലകൻ നീ മയങ്ങുകില്ല, നീ ഉറങ്ങുകില്ല. ഇസ്രായേലിൻ പരിപാലകൻ മരണഭയം എല്ലാം മാറിടട്ടെ, ശത്രുഭീതിയെല്ലാം നീങ്ങിടട്ടെ. മരണഭയം എല്ലാം മാറിടട്ടെ, ശത്രുഭീതിയെല്ലാം നീങ്ങിടട്ടെ. മരണത്തെ ജയിച്ചവൻ, ശത്രുവെ തകർത്തവൻ, സകലത്തുനിൽ നീനേ ഉന്നതനായി. മരണത്തെ ജയിച്ചവൻ, ശത്രുവെ തകർത്തവൻ, സകലത്തിനും നീനേ ഉന്നതനായി. യാഹേ അങ്ങെന്നുമെൻ ദൈവം, തലമുറ തലമുറയാ. യാഹേ അങ്ങെന്റെ സങ്കേതം, തലമുറ തലമുറയായി. നീ മയങ്ങുകില്ല, നീ ഉറങ്ങുകില്ല. ഇസ്രായേലിൻ പരിപാലകൻ താൻ, നീ മയങ്ങുകില്ല, നീ ഉറങ്ങുകില്ല. ഇസ്രായേലിൻ പരിപാലകൻ താൻ. തോൽവികളെല്ലാം മാറിടട്ടെ, രോഗങ്ങൾ ക്ഷീണങ്ങൾ നീങ്ങിടട്ടെ. തോൽവികളെല്ലാം മാറിടട്ടെ, രോഗങ്ങൾ ക്ഷീണങ്ങൾ നീങ്ങിടട്ടെ. ജയാളിയായവൻ രോഗിക്കു വൈരൻ, സർവശക്തൻ എൻ്റെ രക്ഷയല്ലോ. ജയാളിയായവൻ രോഗിക്കു വൈരൻ, സർവശക്തൻ എൻ്റെ രക്ഷയല്ലോ. യാഹേ അങ്ങെന്നുമെൻ ദൈവം, തലമുറ തലമുറയാ. യാഹേ അങ്ങെന്റെ സങ്കേതം, തലമുറ തലമുറയാ. നീ മയങ്ങുകില്ല, നീ ഉറങ്ങുകില്ല. ഇസ്രായേലിൻ പരിപാലകൻ നീ മയങ്ങുകില്ല, നീ ഉറങ്ങുകില്ല. ഇസ്രായേലിൻ പരിപാലകൻ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവിൻ്റെ പരിശുദ്ധമേറിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ വിവാഹ നിശ്ചയയുടെ
ലാസ്റ്റ് മൂവ്മെൻറ്റിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ഇപ്പോൾ ബദേൽ ഗോസ്പൽ ദൈവസഭയെ പ്രതികരിച്ചുകൊണ്ട് നന്ദി അറിയിക്കേണ്ടതിന് പ്രിയ ജോമോനെ മുൻപോട്ട് ക്ഷണിക്കുക. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം ഇന്ന് സന്ധ്യയെങ്കിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് സന്ധ്യയെങ്കിൽ നമ്മളിവിടെ ആയിരിക്കുന്നതിൻ്റെ ഉദ്ദേശം നമുക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ പ്രിയ ജോമോൻ്റെയും ലിജിയുടെയും വിവാഹ നിശ്ചയത്തോടനുബന്ധിച്ചാണ് നമ്മളിവിടെ ആയിരിക്കുന്നത്. ഇവിടെ എന്നെ ആക്കിയിരിക്കുന്നത് എൻ്റെ ഉദ്ദേശം നന്ദി പറയുക എന്ന ഉദ്ദേശമാണ്. കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും ഈ വിവാഹാലോചന ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ പേരിലും സഭയുടെ പേരിലും കുടുംബത്തിൻ്റെ പേരിലുമുള്ള നന്ദി അറിയിക്കുന്നു. വിവാഹാലോചന ശുശ്രൂഷയിൽ അധ്യക്ഷനായിരിക്കുന്ന പാസ്റ്റർ PK ബേബി, അതുപോലെ തന്നെ ഇവിടെ സ്റ്റേജിലായിരിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും എൻ്റെ പേരിലും കുടുംബത്തിൻ്റെ പേരിലും സഭയുടെ പേരിലുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. അതുപോലെ തന്നെ വരൻ്റെ ഭാഗത്തു നിന്ന് നാട്ടിൽ നിന്ന് കടന്നു വന്നിരിക്കുന്ന സഭാംഗങ്ങളും കുടുംബാംഗങ്ങളും എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും സഭയുടെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ വധുവിൻ്റെ ഭാഗത്തു നിന്ന് ക്ഷണം സ്വീകരിച്ച് കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും ഒരു പ്രാവശ്യം കൂടെ എൻ്റെ പേരിലും എൻ്റെ കുടുംബത്തിൻ്റെ പേരിലും സഭയുടെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ പ്രാരംഭം മുതൽ ഇതുവരെയും നല്ല ഗാനങ്ങൾ ആലപിച്ച ക്വയർ ടീമിനായി അതിൽ കടന്നു വന്നിരിക്കുന്ന ദേവദാസന്മാർക്കും എൻ്റെ പേരിലും എൻ്റെ കുടുംബത്തിൻ്റെ പേരിലും സഭയുടെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഈ ശുശ്രൂഷ നടത്തുവാൻ നമ്മൾക്ക് വേണ്ടി ഹാളും പരിസരവും ഒരുക്കി തന്ന ഈ ചർച്ചിനോടും അതിൻ്റെ പരിസരത്തുള്ള എല്ലാ ആളുകളോടുമുള്ള നന്ദി ഞാൻ എൻ്റെ പേരിലും കുടുംബത്തിൻ്റെ പേരിലും സഭയുടെ പേരിലും അറിയിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾക്ക് ആഹാരം ക്രമീകരിച്ചിരിക്കുന്ന കാറ്ററിംഗ് സർവീസിന് വേണ്ടി എൻ്റെ പേരിലും എൻ്റെ കുടുംബത്തിൻ്റെ പേരിലും സഭയുടെ പേരിലുമുള്ള നന്ദി അറിയിക്കുന്നു. ഇതിലൊക്കെ ഉപരിയായി പ്രാരംഭം മുതൽ ഇതുവരെയും നമ്മളെ ഇവിടെ ക്ഷേമത്തോടെ പരിപാലിച്ച ദൈവത്തിൻ്റെ കൃപയാണ്. ആ ദൈവത്തിനുള്ള നന്ദി ഞാൻ ഈ സമയത്ത് അറിയിക്കുന്നു. എല്ലാവരെയും ഒരു പ്രാവശ്യം കൂടെ എൻ്റെ കുടുംബത്തിൻ്റെ പേരിലും സഭയുടെ പേരിലുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. തുടർന്ന് ഈ പ്രാർത്ഥിച്ച് ഈ ശുശ്രൂഷ ഇവിടെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ T. സന്തോഷ് മുൻപോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് ആശീർവാദത്തോടെ നമുക്ക് മടങ്ങി പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനും നിത്യനുമായ ഞങ്ങളുടെ സ്വർഗീയ നല്ല കർത്താവേ, ഞങ്ങളുടെ ആയുസ്സിനെ അവിടുന്ന് നീട്ടിത്തന്നതുകൊണ്ടും കർത്താവെ അവിടുത്തെ വരവ് താമസിച്ചതുകൊണ്ടും ഇന്ന് വൈകിയ കർത്താവെ പ്രിയ പൈതൽ കർത്താവെ ഹല്ലേലൂയ ലിജിയുടെയും കർത്താവെ പ്രിയ മകൻ ഹല്ലേലൂയ ജോമോൻ്റെയും വിവാഹ നിശ്ചയം ഇവിടെ ഉറപ്പിക്കുവാനും ഡിസംബർ മാസം 26-ാം തീയതി കർത്താവെ ഹല്ലേലൂയ വയനാട്ടിലുള്ള കർത്താവെ സഭയിൽ വെച്ച് അവരുടെ വിവാഹം ദൈവത്തിൻ്റെ അഭിഷിക്തന്മാർ ആശീർവദിക്കുവാനും കർത്താവ് എടുത്ത തീരുമാനത്തിനായി സ്തോത്രം. ഇതിന് ചുമതല വഹിച്ച കർത്താവെ അങ്ങയുടെ വിലയേറിയ ദാസൻ പാസ്റ്റർ ഹല്ലേലൂയ ബേബിച്ചിനായി പ്രാർത്ഥിക്കുന്നു. തൻ്റെ ദാസനെ കുടുംബമായി കരങ്ങൾ ഏൽപ്പിക്കുകയാണ്. അതിനുപരി അവർ സഭയ്ക്കായി പ്രാർത്ഥിക്കുന്നു. സഭയെ അനുഗ്രഹിക്കണം. ദൈവമക്കൾ ഹല്ലേലൂയ കർത്താവെ ഭവനം പ്രിയപ്പെട്ടവരെല്ലാം ഒരുമിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഇങ്ങനൊരു അനുഗ്രഹിക്കപ്പെട്ട വിവാഹ നിശ്ചയം ചെയ്യുവാൻ കർത്താവ് അവിടുന്ന് ഒരുക്കി തന്ന എല്ലാ നല്ല സാവകാശങ്ങളെ ഓർത്ത് ഞങ്ങൾ ദൈവത്തെ നന്ദി പറയുകയാണ്. കർത്താവ് ഇതിൽ കർത്താവ് ഹല്ലേലൂയ പങ്കുചേർന്ന ബന്ധുമിത്രാദികൾ ചാർച്ചക്കാരെ പ്രത്യേക കേരളത്തിൽ നിന്ന് കടന്നു വന്ന ജോമോൻ്റെ മാതാവ് പിതാവ് സഹോദരി അവരുടെ പ്രിയപ്പെട്ടവരെ എല്ലാം ദൈവിക കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. നാഥ യാത്രയെല്ലാം ദൈവത്തിൻ്റെ തിരുസാന്നിധ്യം കൂടെ ഇരുന്നല്ലോ കർത്താവെ അവിടുത്തെ വരവ് താമസിക്കുന്ന നാളെ അവരെ മടങ്ങിപ്പോകാൻ ആഗ്രഹിക്കുന്നു. യാത്രയിൽ കൂടെ ഇരിക്കണമേ. പ്രത്യേക ഇവിടെ നടന്ന എല്ലാ മീറ്റിങ്ങുകളും എല്ലാ കാര്യങ്ങളെയും കർത്താവിൻ്റെ കരങ്ങളിൽ
സമർപ്പിക്കുകയാണ്. ദൈവദാസന്മാർക്കായി സ്തോത്രം. നല്ല കർത്താവ് പാട്ടുകൾ പാടിയ കൊയറിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ അഭിഷിക്തൻ ഹലെ സാംകുട്ടിക്കായി, പാസ്റ്റർ ഏണസ്റ്റിനായി ഹല്ലേലൂയ, പാസ്റ്റർ ബിനു ജോൺസനായി പ്രാർത്ഥിക്കുന്നു. അവരെയും കർത്താവ് അനുഗ്രഹിക്കണം. ഹല്ലേലൂയ. കർത്താവിൻ്റെ ദാസൻ കർത്താവേ, ഹല്ലേലൂയ കർത്താവേ, ഷൈനുനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അഭിഷിക്തൻ കൂടെ കേട്ട ദൈവിക സന്ദേശത്തിനായി സ്തോത്രം. വരും ദിവസങ്ങളിൽ അവരുടെ കുടുംബജീവിതത്തിൽ ഈ ദൈവിക വചനം ക്രിയ ചെയ്യുവാൻ ദൈവം സഹായിക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ദൈവദാസൻ കർത്താവ് ഷൗമൽകുട്ടിക്കായി പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ദാസൻ ഹല്ലേലൂയ രാധാകൃഷ്ണനായി പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുകയാണ്. ഇരുഭവനത്തിലെ പ്രിയപ്പെട്ടവരെയും കടന്നു വന്ന എല്ലാവരെയും കരങ്ങളേൽപ്പിക്കുന്ന കർത്താവെ, പ്രത്യേകാൽ ഞങ്ങൾക്ക് വേണ്ടി കർത്താവെ ഈ ഹോള് ഇവിടെ തന്ന കർത്താവെ, സഭയിലെ കർത്താവെ അച്ഛനോടും അച്ഛനെയും കർത്താവെ സഭയിലെ കമ്മിറ്റിക്കാരെയും ഞങ്ങൾ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. അവരെയും അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്ന കർത്താവെ. കർത്താവെ ഹല്ലേലൂയ ബദൽ കേറ്ററിംഗ് സർവീസിനായി പ്രാർത്ഥിക്കുന്നു. തോമാച്ചാനായി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. തൻ്റെ കൂടെ കർത്താവെ സേവനം ചെയ്യുന്ന എല്ലാവരെയും കരങ്ങളേൽപ്പിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങൾ സന്തോഷത്തോടെ പിരിയുന്നു. കർത്താവിൻ്റെ വരവ് താമസിക്കുന്നെങ്കിൽ 26-ാം തീയതി കുഞ്ഞുങ്ങളുടെ വിവാഹം ആശീർവദിക്കുവാൻ ദൈവത്തിൻ്റെ അഭിഷിക്തന്മാരെ ദൈവമക്കളെയും കർത്താവ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന യാചനയും കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു കർത്താവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമീൻ. വീഴാതെ വണ്ണം നമ്മെ സൂക്ഷിച്ച് തൻ്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദപൂർണരായി നിർത്തുവാൻ കഴിവുള്ള പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും കൃപയും വിശേഷിയാൽ ഇന്ന് അല്ലെങ്കിൽ വിവാഹം നിശ്ചയിക്കപ്പെട്ട കുഞ്ഞുങ്ങളുടെ വിവാഹ സമയത്തോടു കൂടെയും കർത്താവിൻ്റെ വരവ് വരെ ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. വിശുദ്ധ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് 3 പ്രാവശ്യം ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവ് യേശുവേ വേഗം വരണമേ. ആമേൻ. എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എരിതിയിൽ വീണാലും അവിടെ ഞാൻ ഏകനല്ല. എരിതിയിൽ വീണാലും അവിടെ ഞാൻ ഏകനല്ല. വീഴുന്നത് തീയിലല്ല, യേശുവിൻ കരങ്ങളിലാ. വീഴുന്നത് തീയിലല്ല, യേശുവിൻ കരങ്ങളിലാ. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മ
പരിഹാരമെനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരമെനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. ദൈവമെനിക്കനുകൂലം, അതു നന്നായി അറിയുന്നു ഞാൻ. ദൈവമെനിക്കനുകൂലം, അതു നന്നായി അറിയുന്നു ഞാൻ. ദൈവമനുകൂലമെങ്കിൽ ആരെനിക്കെതിരായിടും? ദൈവമനുകൂലമെങ്കിൽ ആരെനിക്കെതിരായിടും? പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരമെനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരമെനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി. These hands do nothing until you compel me. These feet go nowhere until you propel me. My heart is bare until your spirit rushes through. This life is nothing without you. I've reached the end of what my sight can show me. I only want to know the one who knows me. My heart was searching, now I finally found the truth. This life is nothing without you. Let your hope be my pain. Let your love be my song. Let your peace be my rest. I was meant to belong to you. I belong to you. You're my beginning and you're my full
come to cure every broken heart. He is Lord over all, His reign will never end. Through the fire and the flood, He draws His children in. He's the light of the world, brighter than the brightest star. The God of brilliant lights is shining down over us, breaking through the darkness, covering all the earth. Oh, His love is like an ocean. Oh, forever overflowing. The God of brilliant lights is shining over us. Sinners, come to the cross and lay your troubles down at the feet of the one whose mercy will abound. He's not afraid of our filth, He will never turn away. The God of brilliant lights is shining down over us, breaking through the darkness, covering all the earth. Oh, His love is like an ocean. Oh, forever overflowing. The God of brilliant lights is shining over us. He's shining over us. Like the morning rises, God, your light is shining, shining over us. He's shining over us. Like the morning rises, God, your light is shining, shining over us. He's shining over us. Like the morning rises, God, your light is shining over us. The God of brilliant lights is shining down over us, breaking through the darkness, covering all the earth. Oh, His love is like an ocean. Oh, forever overflowing. Oh, His love is overtaken. Oh, we'll never be forsaken. The God of brilliant lights. Oh, the God of brilliant lights is shining over us. He's shining over us. ഈ കാറ്റു വന്നു കാതിൽ പറഞ്ഞു, നീ എന്നുമെന്നും എന്റേതു മാത്രം. ഒഴുകുമെൻ വിശ്വാസമായി ഉയിരിനെ പുൽകിടുമോ, എൻ മൗനങ്ങൾ തേടും സംഗീതമേ. മിഴിവാതിൽ ചാരും നാണം പതിയെ ഞാൻ തഴുകവേ, ഇനി നീയുണ്ടെന്നും കൂടെ നിലവേകാൻ തിങ്കളെ. ഒരു ചെറുനോവും ചിരിയാക്കി എൻ പാതിമയായി, ഓരോ രാവും പകലാക്കി നേരിൻ മോഹവയിലായി. ഇവനിലായി ചേരുന്നു നീ, മുറിവേഴ കൈരേഖ പോ, കൺചിമ്മാതെ കാക്കാമെന്നോ മലേ. ഈ നീലമിഴി അഴങ്ങളിൽ ഞാൻ
ഉയിരിനെ പുൽകിടുമോ എൻ മൗനങ്ങൾ തേടും സംഗീതമേ It's always been a mystery to me how two hearts can come together and love can last forever. But now that I have found you, I believe that a miracle has come when God sends a perfect one. Now gone are all my questions about why, and I've never been so sure of anything in my life. Oh, I wonder what God was thinking when He created you. I wonder if He knew everything I would need, because He made all my dreams come true. When God made you, He must have been thinking about me. I promise that wherever you may go, wherever life may lead you, with all my heart I'll be there too. And from this moment on, I want you to know I'll let nothing come between us, and I will love the ones you love. Now gone are all my questions about why, and I've never been so sure of anything in my life. I wonder what God was thinking when He created you. I wonder if He knew everything I would need, because He made all my dreams come true.